ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ദേവസ്വം ബോർഡ് മുൻ അധ്യക്ഷൻ എ പത്മകുമാറിനെ പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങും. പത്മകുമാർ നൽകിയ മൊഴികളിൽ വ്യക്തത തേടിയാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. കേസിലെ ഒന്നാം പ്രതിയായ പ്രായോജകൻ ഉണ്ണികൃഷ്ണൻ പൂറ്റിയുമായി പത്മകുമാർ നടത്തിയിരുന്ന ഇടപാടുകളും പരിശോധിക്കും. ഉണ്ണികൃഷ്ണൻ പൂറ്റിക്ക് വേണ്ടി പത്മകുമാർ രേഖകളിൽ തിരുത്തൽ വരുത്തിയെന്നാണ് കണ്ടെത്തൽ. സർക്കാരിന് പൂറ്റി നൽകിയ അപേക്ഷയാണ് ദേവസ്വം ബോർഡിന് കൈമാറിയതെന്നും പത്മകുമാറിന്റെ മൊഴിയിലും വ്യക്തത വരുത്തും. കേസിലെ മറ്റൊരു പ്രതിയായ ദേവസ്വം മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷയിൽ കൊല്ലം വിജിലൻസ് കോടതി ഇന്ന് വിധി പറയും. കേസിൽ 8ാം പ്രതിയായ പത്മകുമാർ തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിൽ റിമാൻഡിൽ കഴിയുകയാണ്. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ദേവസ്വം ബോർഡ് മുൻ അധ്യക്ഷനായ എ പത്മകുമാറിനെ പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങും. പത്മകുമാർ നൽകിയ മൊഴികളിൽ വ്യക്തത തേടിയാണ് അന്വേഷണ സംഘത്തിന്റെ ഈയൊരു നീക്കം. കേസിലെ ഒന്നാം പ്രതിയായ പ്രായോജകൻ ഉണ്ണികൃഷ്ണൻ പൂറ്റിയുമായി പത്മകുമാർ നടത്തിയിരുന്ന ഇടപാടുകളും പരിശോധിക്കും. ഉണ്ണികൃഷ്ണൻ പൂറ്റിക്ക് വേണ്ടി പത്മകുമാർ രേഖകളിൽ തിരുത്തൽ വരുത്തി എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. സർക്കാരിന് പൂറ്റി നൽകിയ അപേക്ഷയാണ് ദേവസ്വം ബോർഡിന് കൈമാറിയതെന്ന പത്മകുമാറിന്റെ മൊഴിയിലും വ്യക്തത വരുത്തും. കേസിലെ മറ്റൊരു പ്രതിയായ ദേവസ്വം മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായ മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷയിൽ ഇന്ന് കൊല്ലം വിജിലൻസ് കോടതി വിധി പറയും. കേസിലെ 8ാം പ്രതിയായ പത്മകുമാർ തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിൽ റിമാൻഡിൽ കഴിയുകയാണ്.